ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു പോളിഷ് ക്രൈം ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോളണ്ടുകാരുടെ സിനിമ. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കടലിൽ നിന്നും കണ്ടെടുക്കപ്പെടുന്നു. അവളുടെ ശരീരം നഗ്നമായിരുന്നു. അതുപോലെ അവളുടെ ചുണ്ടുകൾ വെട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട്. 15 വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലൊരു കൊലപാതകം നടന്നതായിരുന്നു. അതിലെ പ്രതിയെ പിടിക്കുകയും ചെയ്തു. അയാളിപ്പോൾ പരോളിലാണ്. ആ പ്രതി തന്നെ ആയിരിക്കുമോ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക? പക്ഷെ ഈ പ്രതി അറസ്റ്റിലായിരുന്ന സമയത്ത് മറ്റു പല പെൺകുട്ടികളെയും കാണാതായിട്ടുണ്ട്. ഇതേപോലൊരു മൃതദേഹവും കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള പ്രതി ആരാണ്? ഒരുപാട് മിസ്റ്ററികളാണ് നമുക്ക് റിവീൽ ആവാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോളേഴ്സ് ഓഫ് ഈവിൾ റെഡ് എന്ന പോളിഷ് ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചാണ്. ഇതാ 1 രൂപ പോലും മുടക്കാതെ 10,000-ൽ പരം ഓഡിയോ ബുക്കുകൾ നമുക്ക് കേൾക്കാം. കൂക്കു FM കൊണ്ടുവന്നിരിക്കുന്നു നെവർ ബിഫോർ ഓഫർ, 7 days ഫ്രീ ട്രയൽ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാനിപ്പോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വേണുവിന്റെ നഗ്നരും നരഭോജികളും എന്ന ഓഡിയോ ബുക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പലതരം ഓഡിയോ ബുക്കുകൾ. ക്രൈം ത്രില്ലർ ആണെങ്കിൽ രഞ്ജു കിളിമാനൂറിന്റെ 3ാമത്തെ തുന്നിക്കെട്ടുണ്ട്. ഡിറ്റക്റ്റീവ് അലക്സിയുടെ, ഡോസ്റ്റോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലുണ്ട്. മാത്രമല്ല, തകഴിയുടെ 5 പെണ്ണുങ്ങൾ, അശ്വതി ശ്രീകാന്തിന്റെ ടായില്ലാത്ത മുട്ടായികൾ, വാണിദാസ് എളിയാവൂരിന്റെ വടക്കൻ ഐതിഹ്യമാല. നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ 20-ൽ പരം പുസ്തകങ്ങൾ ഓരോ മാസവും ആഡ് ചെയ്യുന്നുണ്ട്. ലിമിറ്റ്ലെസ് ആയിട്ടുള്ള കണ്ടന്റുകൾ കേൾക്കാം അടുത്ത 7 ദിവസത്തേക്ക്. എല്ലാ എപ്പിസോഡുകളും അൺലോക്ക്ഡ് ആണ്. ഓഡിയോ ബുക്ക്, ബുക്ക് സമ്മറീസ്, സ്റ്റോറീസ്, ബൈറ്റ്സ് എല്ലാം ഫ്രീ. മാത്രമല്ല, പ്രീമിയം ഫീച്ചേഴ്സും ഈ ട്രയൽ പീരീഡിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ഓഫ്ലൈൻ ലിസണിംഗ് ഉണ്ട്, ആഡ് ഫ്രീ കണ്ടന്റ് ഉണ്ട്. എവിടെ വെച്ചും ഏത് സമയത്തും വർക്കൗട്ട് ചെയ്യുമ്പോൾ, റിലാക്സ് ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഏത് സമയത്തും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അതും എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായ പുസ്തകങ്ങളുണ്ട്. ഒരു ഫാമിലി ട്രിപ്പിന് പോലും പെർഫെക്റ്റ് കമ്പാനിയനാണ് കുക്കു FM. അപ്പൊ എന്തിനു മടിക്കുന്നു? ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആദ്യമേ 99 രൂപ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെങ്കിലും 2 രൂപ മാത്രമേ ഡിഡക്റ്റ് ആവുള്ളൂ. അത് ഉടനെ തന്നെ റീഫണ്ട് ആവുകയും ചെയ്യും. ഈ ഫ്രീ ട്രയൽ സമയത്ത് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസലും ചെയ്യാം. അപ്പൊ ചെക്ക് ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും സൈക്കിളും ഓടിച്ചുകൊണ്ട് ഒരു പബ്ബിലേക്ക് വരുന്നുണ്ട്. ഈ ആൺകുട്ടി ഷൂസ് ഇടാത്തോണ്ട് പബ്ബുകാരനകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഇവളാ ബോക്സറോട്, അയ്യോ ചേട്ടാ, ഇവനെന്റെ കസിനാ, തലയ്ക്കധികം സുഖമില്ലാത്ത കുട്ടിയാ, ഇവന്റെ അമ്മ എന്നെ ഇവനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഇവനില്ലെങ്കിൽ എനിക്കിതിനകത്തേക്ക് കയറാൻ പറ്റില്ല, ദയവേത് അവനെ കയറ്റി വിടും, കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്നിവള് പുഞ്ചിരിച്ച് പറയുമ്പോൾ ആ ഉണ്ട ബോക്സർ ആ എന്ന് മൂളി കയറ്റി വിടുന്നുണ്ട്. ഈ നീളമുടിയൻ ചെറുക്കൻ അകത്തേക്ക് കയറി വന്ന ഉടനെ അവന്റെ ഏതോ ഒരു പഴയ ഗേൾഫ്രണ്ട് അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് വേറെ എങ്ങോട്ടോ. നമ്മുടെ ബോക്സ് കട്ട് ലേഡി, ആ പെൺകുട്ടി ബാർടെൻഡറോട് വന്ന് എനിക്കിവിടെ ജോലി കിട്ടുമെന്ന് ചോദിക്കും. ആ ബാർടെൻഡർ, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയും. ഇവള് പറയും, ഞാൻ എവിടെയും ജോലി ചെയ്തിട്ടില്ല, പക്ഷേ എന്നെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ കസ്റ്റമേഴ്സ് മുട്ടിൽ എഴഞ്ഞ് കെഞ്ചി എൻ്റെ അടുത്തേക്ക് വരും, കാണണോ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഈ ബാർടെൻഡറും നമ്മുടെ ബോക്സ് കട്ട് ലേഡി രണ്ടുപേരും മൃഗീയമായി പ്രണയിക്കുന്നതാണ് കാണിക്കുന്നത്. അവര് പ്രണയിക്കട്ടെ. പക്ഷെ എന്ത് സംഭവിച്ചു? അടുത്ത സീൻ കാണിക്കുമ്പോൾ ബീച്ചിനോരത്ത് ഒരുപാട് ജനങ്ങൾ കൂടിയിട്ടുണ്ട്. പോലീസുകാരും വന്നിട്ടുണ്ട്. അങ്ങോട്ടൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ ചെല്ലുന്നു. അതാണ് നമ്മുടെ ഹീറോ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ചടലം ബീച്ചിന്റെ കരയിലായിട്ട് കിടക്കുന്നുണ്ടാവും. ബീച്ചിലേക്ക് വന്ന ആരോ ആണ് ഈ ബോഡി കണ്ട് പോലീസുകാരെ വിളിച്ചു പറഞ്ഞ്. ബോഡി ഇനിയും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ശരീരത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഇപ്പോൾ ബോഡി പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. നമ്മുടെ ഹീറോ ആ ഫോറൻസിക് ഡോക്ടറോട് സംസാരിക്കും. എന്റെ പേര് ബിൽസ്കി എന്നാണ്, ഞാൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസിൽ നിന്നാണ് വരുന്നത്. ഡോക്ടർ ചോദിക്കും ഹീറോയോട്, താനപ്പോൾ പുതിയതാണല്ലേ, എന്റെ ഇൻസ്പെക്ഷൻ കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ തന്നോട് വിശദമായിട്ട് പറയാം. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലീസുകാരോട് ചൂടാവുന്നുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വെള്ളത്തിൽ നിന്ന് ഈ ബോഡി വലിച്ച് കരക്കിട്ടത്? ഒരു ബോഡി വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വലിച്ച് കരക്കിടുന്നതിന് മുന്നേ എന്നോട് പറയണമായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് പോലീസുകാരോട് ചൂടായിട്ട് ഡോക്ടർ ആ ബോഡി തിരിച്ചിടാൻ പറയും. ബോഡി മറിച്ചിടവേ നമ്മൾ നേരത്തെ കണ്ടല്ലേ ബോക്സ് കട്ട് ചെയ്ത പെൺകുട്ടി, അവളാണിത്. ആ പെൺകുട്ടിയുടെ ചുണ്ടുകളും വെട്ടിയെടുക്കപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര ദാരുണമായ അവസ്ഥ. ഈ പെൺകുട്ടിയുടെ ബോഡി കണ്ടുടനെ നമ്മുടെ ഡോക്ടർ അപ്സെറ്റ് ആയിട്ട് പറയും, എനിക്കറിയാം ഇതാരാണെന്ന്. അടുത്ത സീനിൽ ഒരു ജഡ്ജിനെ കാണിക്കുന്നുണ്ട്. ചെറിയ കോടതിയിലെ മജിസ്ട്രേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ചുണ്ടൊക്കെ ചോപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ വന്ന്, ഹെലന ബൊക്കുക്ക, നിങ്ങൾ എൻ്റെ കൂടെ വരണം, ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാനുണ്ടെന്ന് പറയും. അവർ പേടിച്ച്
പോലീസിന്റെ കൂടെ ആശുപത്രി മോർച്ചറിയിലേക്ക് വരുന്നുണ്ട്. പോലീസുകാര് ബോഡി ആ ജഡ്ജിന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് നിങ്ങളുടെ മോളാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉത്തരം പറയാനറിയാതെ തലയാട്ടാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവർ പെട്ടെന്ന് സൈൻ മേടിക്കുന്നു. അമ്മ ഒന്നും മിണ്ടാതെ അവിടുന്ന് വേഗത്തിൽ നടന്ന് തന്റെ കാറിനകത്ത് കയറിയിരിക്കും. നമ്മുടെ ഹീറോ പുറകെ വരുന്നുണ്ട്. ഹീറോയെ കണ്ടുടനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഈ അമ്മ പെട്ടെന്ന് കാർ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആ കാറ് ചെന്ന് ഇടിക്കും മറ്റൊരു കാറിൽ. അവിടുന്ന് ആ അമ്മ പൊട്ടിക്കരയാണ്. തന്റെ മകളെ നഷ്ടപ്പെട്ട വേദനയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു ഡോക്ടറിനുപരി ഈ കുടുംബത്തോട് അങ്ങേർക്ക് ബന്ധമുള്ളതുപോലെ തോന്നുന്നു. പിറ്റേന്ന് നമ്മുടെ ഹീറോയുടെ ഓഫീസ് അവന്റെ അടുത്തേക്ക് ഒരു ഫയലുമായി അവന്റെ സീനിയർ വരുന്നു. സനേറ്റ കലേറ്റ എന്നൊരു പെൺകുട്ടി 15 വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ കൊല ചെയ്യപ്പെട്ടതാണ്. കൂട്ടുകാരുമൊത്ത് ക്ലബിൽ പാർട്ടിക്ക് പോയതായിരുന്നു. പിന്നീട് ആ പെൺകുട്ടി തിരിച്ചു വന്നില്ല. ചുണ്ടുകൾ മുറിക്കപ്പെട്ട അവസ്ഥയിൽ ഡെഡ് ബോഡിയാണ് പോലീസുകാർക്ക് കിട്ടുന്നത്. അതിലെ കൊലയാളിയെ വൈകാതെ തന്നെ പോലീസുകാർ കണ്ടുപിടിച്ചു. അത് ഡിപ്പാർട്ട്മെന്റിന് വലിയ സക്സസ് ആയിരുന്നു. ആ പെൺകുട്ടിയുടെ ഫിയാൻസി തന്നെയാണ് അവളെ കൊന്നത്. അവളുടെ DNA അവന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. അങ്ങനെയാണ് അവനെ പിടിക്കുന്നത്. അപ്പൊ ഹീറോ ചോദിക്കും, ഇയാൾ ഇപ്പോഴും ജയിലിലല്ലേ എന്ന്. സീനിയർ പറയും, അല്ല, അവനിപ്പോൾ പരോളിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫയൽ കൊണ്ടുവന്ന് തന്നത്. സോ ഉടനെ ഇവർ വലിയൊരു പോലീസ് പടയുമായി ആ പഴയ പെൺകുട്ടിയുടെ ഫിയാൻസിയെ ചെന്ന് കാണുന്നു. എന്നിട്ട് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ അവന് പരിചയമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ അവളെ കണ്ടിട്ടേയില്ല. അയാൾ കരഞ്ഞോണ്ട് പറയുകയാണ്, ഒരിക്കൽ കൂടി എന്നെ നിങ്ങൾ ഫ്രെയിം ചെയ്യരുത്, കുറ്റക്കാരനാക്കരുത്, ഞാൻ താങ്ങില്ല. അയാളൊരു മോതിരം എടുത്തിട്ട് പറയും, എന്റെ പെണ്ണ് മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞങ്ങൾ 2 പേർക്കും വേണ്ടി വലിയൊരു ഹോട്ടൽ വരെ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് എന്തിനാ ഞാൻ അവളെ കൊല്ലേണ്ടത്? അപ്പൊ ഹീറോ ചോദിക്കും, അന്ന് നിങ്ങൾക്ക് അലിബൈ ഇല്ലായിരുന്നോ എന്ന്, നിങ്ങൾ വേറെ സ്ഥലത്താണ് എന്ന് പറയാൻ ആൾക്കാരില്ലായിരുന്നോ എന്ന്. അതിന് ഫിയാൻസി പറയും, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു, എവിടെയും പോയിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വരുന്നു. സാർ, നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പോയി നോക്കുമ്പോൾ ഇയാളുടെ വീടിന്റെ പരിസരത്ത് നിന്നും ഒരു ടീഷർട്ട്, അതും രക്തം പുരണ്ട ഒരു ടീഷർട്ട്. ഇത് കണ്ട ഫിയാൻസി പേടിച്ച്, നിങ്ങൾ വീണ്ടും എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ? നടക്കില്ലടാ, അതിലും ഭേദം എന്നെ കൊല്ലുന്നാന്നും പറഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ പോലീസുകാര് അവനെ അടക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യമേ ആ ഫിയാൻസി ഹീറോയോട് പറയുന്ന, നിങ്ങൾ ഷിപ്പ്യാർഡ് ക്ലബിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, സെനറ്റ അവിടുന്ന് ആരെയോ കണ്ടിട്ടുണ്ട്, അതായിരിക്കണം അവളുടെ കൊലപാതകത്തിന് കാരണം. പക്ഷെ ഹീറോ അതൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ ചെയ്ത ക്രൈമിന്റെ ലിസ്റ്റ് ഇതാ, അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയൂ. നിങ്ങൾക്ക് വേണ്ട അഡ്വക്കേറ്റിനെ വെക്കാനും കേസ് വാദിക്കാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് കേട്ട ഫിയാൻസി, എനിക്ക് കൈകാലുകൾ വിറയ്ക്കുന്നു, കുറച്ച് വെള്ളം വേണം, തരാൻ പറ്റുമെന്ന് ചോദിക്കും. ഹീറോ വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒരു പോലീസുകാരനോട് അയാളെ വാച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ ആ പോലീസുകാരൻ ഫോണിൽ ആരുടെ കൂടെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയം നോക്കി ഫിയാൻസി ജനാല തുറന്ന് ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. പാവ മനുഷ്യൻ. അയാളെ മരിച്ചപ്പോ ഹീറോയ്ക്ക് സംശയമുണ്ട്, പുള്ളി തന്നെയായിരിക്കോ കൊലയാളിയെന്ന്. ഈ കാര്യം സീനിയറോട് പറയുമ്പോൾ സീനിയർ പറയും, ആ പെൺകുട്ടിയുടെ DNA അവന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ടീഷർട്ടിലുണ്ട്, പിന്നെ എന്താണ് തെളിവായിട്ട് വേണ്ടത്? ഇത് കേട്ട് ഹീറോ പറയും, പക്ഷെ ആ ബാഗിൽ ഈ ഫിയാൻസിയുടെ DNA ഉണ്ടായിരുന്നില്ല, ജക്കുബിയാക്കിന്റെ പഴയ ഫിയാൻസിയുടെ. അവൻ ഇത്രയും കെയർഫുള്ളായി തന്റെ DNA പെടാതെ ആ ടീഷർട്ട് പാക്ക് ചെയ്യണമെങ്കിൽ അത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിടോ? എനിക്കിതിൽ സംശയമുണ്ട്, മറ്റാരെങ്കിലും അയാളെ ഫ്രെയിം ചെയ്യാൻ നോക്കിയതാണെങ്കിലോ? ഇത് കേട്ട് സീനിയർ പറയും, കൊലപാതകി മരണപ്പെട്ടു, നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്യാണ്, ആ കുടുംബത്തിന് വേണ്ട ജസ്റ്റിസ് കിട്ടി, ഇനി എന്താണ് നിന്റെ കുഴപ്പം? ഹീറോ പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം, അത്രയേ ഉള്ളൂ. ഇത് കേട്ട് സീനിയർ, നീ ആംബീഷ്യസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇനി ഞാനിപ്പോ ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യാൻ അനുവാദം തന്നൊന്നിരിക്കട്ടെ, എന്റെ സുപ്പീരിയേഴ്സ് തന്നെ ഇത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്യും. അതിന്റെ ആവശ്യമില്ല, നിന്റെ ജോലി നീ വൃത്തിയായിട്ട് ചെയ്തു, നിന്റെ അച്ഛൻ അതിൽ അഭിമാനം ഉണ്ടാവും, മോൻ പൊക്കോന്ന് പറഞ്ഞിട്ട് സീനിയർ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് ഈ മരിച്ച ബോയ്ക്കട്ട് പെൺകുട്ടിയുടെ മരണച്ചടങ്ങ്, അതിലവളുടെ അച്ഛനും അമ്മയുണ്ട്, ബാക്കി ബന്ധുക്കളും. ഹീറോയും അങ്ങോട്ട് ചെന്നിട്ടുണ്ടാവും. അതേപോലെ ഡോക്ടറുടെ മോൻ, ഞാൻ മോണിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോൻ കരയുന്നുണ്ട്. ഈ സമയത്ത് ദൂരെ നിന്ന് ആരോ ഈ കുടുംബത്തെ വാച്ച് ചെയ്യുന്നു. അയാളെ ഹീറോ കാണുന്നില്ല, അയാൾ മറിഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഹീറോ ഒരു പ്രൊഫസറെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പുള്ളിയാണ് ഈ ജക്കുബിയ എന്ന് പറഞ്ഞ ഫിയാൻസി മരണപ്പെട്ട ആളെ ആദ്യ സമയത്ത് എക്സാമിൻ ചെയ്ത്. സോ ഈ ജക്കുബയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവനൊരു സൈക്കോപാത്ത് ആണോ എന്ന് ഹീറോ ചോദിക്കും. പ്രൊഫസർ പറയും, അയാൾ വളരെ കൈൻഡ് ആയിട്ടാണ് പെരുമാറിയത്, എന്നാൽ സൈക്കോപാത്തുകൾ ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കും, അവർ അഭിനയിക്കും, അതുകൊണ്ട് അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഹീറോ ചോദിക്കും, ഈ സൈക്കോപാത്തുകൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടോ? അത് കേട്ട് പ്രൊഫസർ, അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്, അത് റെയറാണ്, പക്ഷെ ജീവന് വില കൽപ്പിക്കാത്ത ഒരാളായതുകൊണ്ട് സാധ്യത ഇല്ലാതില്ല, പക്ഷെ റെയറാണ്. അപ്പൊ ഹീറോ ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും അവൻ ചുണ്ട് മുറിച്ചെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവുക? അത് കേട്ട് ഡോക്ടർ പറയും, ഈ സൈക്കോപാത്ത് കില്ലേഴ്സിന്റെ ട്രോഫിയാണ് കൊല്ലുന്ന വിക്ടിംസിന്റെ ശരീരത്തിൽ നിന്നും പ്രത്യേകമായിട്ട് എന്തെങ്കിലും എടുക്കുക, അവരുടെ ശരീരഭാഗങ്ങളോ അവർ ധരിച്ച വസ്ത്രങ്ങളോ ഇതെന്തെങ്കിലും അവർ കളക്ട് ചെയ്ത് വെക്കും, അതെവിടെയെങ്കിലും
സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഹീറോ വീണ്ടും ചോദിക്കും, ഒരുപക്ഷെ ഈ കൊലപാതകം ജക്കുബായ് അല്ല ചെയ്തിരുന്നെങ്കിൽ വേറെ ആരായിരിക്കാനാവും സാധ്യത. ഇത് കേട്ട് ഡോക്ടർ പറയും, ഒരു 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആരെങ്കിലും കൊക്കേഷ്യൻ ആവണം. അധികം എഡ്യൂക്കേറ്റഡ് ആയിരിക്കാൻ സാധ്യതയില്ല, ക്രിമിനൽ ആയിരിക്കാനും സാധ്യതയില്ല. ചിലപ്പോൾ ആൺമ കുറവുണ്ടാവാം, അവന്റെ ഫാന്റസി ആയിരിക്കാം, റിവഞ്ച് ആയിരിക്കാം, എന്ത് വേണേലായിരിക്കാം, സ്ത്രീകളോട് വെറുപ്പുണ്ടാക്കാം, വാട്ടെവർ. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് ഹീറോ 15 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടില്ലേ ആ പെൺകുട്ടിയുടെ അച്ഛനെ ചെന്ന് കാണും. എന്നിട്ട് അച്ഛനോട് അവള് ഷിപ്പ്യാർഡ് ക്ലബ്ബിൽ പോയിട്ടുണ്ടോ, അവിടെ ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, എനിക്കറിയാൻ പാടില്ല, നല്ല വിവരമുള്ള കുട്ടിയായിരുന്നു, ഞങ്ങൾ അധികം അവളെ ചോദ്യം ചെയ്ത് ശല്യം ചെയ്യാറില്ലായിരുന്നു. കൊലയാളിയെ പിടിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ നിങ്ങൾ വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇയാളെ അറിയുമെന്ന് പറഞ്ഞ് അവിടുന്ന് കിട്ടിയൊരു ഫോട്ടോ കാണിച്ച് അതിൽ ഈ പണ്ട് മരിച്ച പെൺകുട്ടിയുടെ കൂടെ ഒരു തന്ത ഇരിപ്പുണ്ട്. പുള്ളിക്കാരനെ അറിയുമെന്ന് ചോദിക്കും. പഴയ പെൺകുട്ടിയുടെ അച്ഛൻ പറയും, എനിക്കറിയില്ല, ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഹീറോ പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ജഡ്ജ് ഇപ്പം മരിച്ച മോണിക്ക എന്ന പെൺകുട്ടിയുടെ അമ്മ. ഈ അമ്മ ഭർത്താവിനെ കാണാൻ വരുന്നു. രണ്ടുപേരും വിഷമത്തിലാണ്, രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്, വേറെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ കരഞ്ഞുകൊണ്ട് തന്നെ അമ്മയോട് ചോദിക്കും, നീ കഴിച്ചോന്ന്? അമ്മ പറയില്ല, ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് കഴിയില്ല, നമ്മൾ തോറ്റുപോയി, നമുക്ക് നഷ്ടപ്പെട്ടു പോയി അവളെ, നമ്മൾ രണ്ടുപേരും അവളെ നഷ്ടപ്പെടുത്തി എന്നും പറഞ്ഞ അമ്മ വിഷമിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും. തിരിച്ചു വന്നവര് ഒരുപാട് മദ്യം കഴിച്ച് ഈ പെൺകുട്ടി എവിടെയാണോ കണ്ടുകിട്ടിയത് അതേ കടലിലേക്ക് ചെന്ന് മോണിക്ക എന്നവളുടെ പേരും വിളിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അമ്മ എന്തേലും കാണിക്കുമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ അവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. അവര് വന്ന് അമ്മയെ വെള്ളത്തിൽ നിന്ന് വലിച്ച് പുറത്തേക്കിട്ട് രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് ഹീറോ ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ DA ഓഫീസിൽ നിന്നാണ്, നിങ്ങളെ മോളുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന. മോൾ ഷിപ്പ്യാർഡ് ക്ലബ്ബുമായിട്ട് മോൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അച്ഛൻ പറയും, എനിക്കറിയില്ല എന്ന്. പക്ഷേ ശബ്ദം കേട്ട് അമ്മ അങ്ങോട്ട് വന്നിരുന്നു. അമ്മ പറയും, അതെ, കണക്ഷൻ ഉണ്ട്, അവൾ അവിടുത്തെ ബാറിൽ വർക്ക് ചെയ്തിരുന്നു ബാർടെൻഡറായിട്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ മോളുടെ കയ്യിലൊരു റിംഗ് ഉണ്ടായിരുന്നു, അതെൻ്റെ അമ്മയുടെ റിംഗ് ആണ്. ആ റിംഗ് അവൾ ഒരിക്കലും അഴിക്കാറില്ല, നിങ്ങൾക്കത് കിട്ടിയായിരുന്നു ആ ബോഡിയുടെ കൂടെ? ഇത് കേട്ട് ഹീറോ പറയും, ഇല്ല, അങ്ങനെ ഒരു റിംഗ് എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടില്ല, ആ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് നോക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് ഇറങ്ങുന്നു. പിറ്റേന്ന് ഹീറോ ആ ഷിപ്പ്യാർഡ് ക്ലബ്ബിലേക്ക് പോകുന്നുണ്ട്, പബ്ബിലേക്ക്. അവിടെ ചെന്നൊരു പെണ്ണിനോട് താനാണോ ഇതിന്റെ ഓണർ എന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണല്ല, ഓണർ വേറെയാന്ന് പറയും. എനിക്ക് നിങ്ങളുടെ ഓണറെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാകും ഹീറോ പോലീസോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആരോ ആണെന്ന്. ആ പെണ്ണ് പറയും, ഓണർ ഇവിടെ ഇല്ല, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞങ്ങളുടെ ലോയറെ വിളിച്ചാൽ മതി, അല്ലാതെ ദയവേത് ഇവിടെ വന്ന് ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് അവളൊരു വക്കീലിന്റെ കാർഡ് കൊടുക്കുന്നുണ്ട്. ഈ കാർഡാണ് രസം. കാർഡിൽ റോമൻ ബോഗുക്കി എന്ന് എഴുതിയിട്ടുണ്ട്. അതാരാന്ന് വെച്ചാൽ മരിച്ച മോണിക്കയുടെ അച്ഛനാണ്. ഇപ്പൊ ഹീറോ കണ്ടിട്ട് വന്നില്ലേ, ആ പുള്ളിക്കാരൻ തന്നെ. ഹീറോ ആ ക്ലബ്ബിൽ നിന്ന് താങ്ക് യു പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ അമ്മ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ ആരുമായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രോസിക്യൂട്ടർ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു, നിനക്കിതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യം പറയ്, ഞാൻ കേൾക്കുന്നുണ്ട്. എപ്പോ? എവിടെ? ആ, ഞാൻ എത്താം എന്നിങ്ങനെ അച്ഛൻ ആരോടോ സംസാരിക്കുന്നു. ഇത് അമ്മ കേൾക്കും. അമ്മയ്ക്ക് സംശയമുണ്ട്, ഇയാളുടെ ആക്ടിവിറ്റീസിൽ അമ്മയ്ക്ക് സംശയമുണ്ട്. അച്ഛൻ ഓഫീസിൽ തന്നെ ഒരു കാമുകി ഉണ്ടാവും. പുള്ളിക്കാരിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ആള് കാറെടുത്ത് എങ്ങോട്ടോ പോകുന്നു. അമ്മ പുറകെ ചെല്ലുന്നുണ്ട്. കുറേ ദൂരം പോയി കഴിയുമ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിലേക്ക് അച്ഛൻ കയറി ചെല്ലുന്നു. അമ്മ ആ വീടിന്റെ സൈഡിൽ കൂടെ അച്ഛൻ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്നറിയാൻ വേണ്ടി ചെന്ന് നോക്കും. ഒരു മൊട്ടത്തലയൻ. അവിടുത്തെ പട്ടി കുറച്ച് ഓടി വരുന്നുണ്ട്. അമ്മ അവിടുന്ന് ഓടിപ്പോവാണ്. വീട്ടിലേക്ക് വന്ന അമ്മ പോലീസുകാരെ വിളിച്ച്, ഞാൻ ജഡ്ജ് ഹെലനെയാണ്, എനിക്കൊരു അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് അച്ഛൻ കയറി ചെന്ന ആ വീടിന്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് അത് ആരുടെ പേർക്കാണുള്ളതെന്നൊക്കെ മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കിയവര് ടേബിളിൽ ഒരു പെൻഡ്രൈവ് ഇരിക്കുന്ന കാണും. ഒരു പ്രത്യേക രൂപത്തിൽ നിർമ്മിച്ച പെൻഡ്രൈവ്. ഇത് അച്ഛന്റെ പെൻഡ്രൈവാണ്. അവരെ കുത്തി നോക്കവേ അത് ഓപ്പൺ ആവാൻ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇവരവരുടെ മോളുടെ പേര് മോണിക്ക എന്നുള്ള പേരടിച്ചു കൊടുക്കുമ്പോൾ പെൻഡ്രൈവിലെ ഫയൽസ് എല്ലാം ഓപ്പൺ ആവും. ഒരുപാട് PDF ഫയലുകളാണ്, രേഖകളാണ്, പല പ്രോപ്പർട്ടികളുടെയും കമ്പനികളുടെയൊക്കെ രേഖകൾ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രേഖകൾ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ നമ്മുടെ ഡോക്ടറല്ലേ, ഫോറൻസിക് ഡോക്ടർ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. മോനോട് അച്ഛനെ കാണണമെന്ന് പറയും. അച്ഛനെ കണ്ട് അച്ഛനോട് ഹീറോ 15 വർഷങ്ങൾക്ക് മുന്നേ കൊല ചെയ്യപ്പെട്ടില്ലേ ആ പെൺകുട്ടീനെയും നിങ്ങളല്ലേ സാർ ഓട്ടോപ്സി ചെയ്ത്? ഈ കൊലപാതകവും ആ കൊലപാതകത്തിലും വ്യത്യാസങ്ങളുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഡോക്ടർ പറയും, രണ്ടുപേരും തലക്കേറ്റ അടി കൊണ്ടാണ് മരണപ്പെട്ടത്. അതേപോലെ ചുണ്ടുകളും മുറിച്ചെടുക്കപ്പെട്ടിരുന്നു. പിന്നെ സ്വകാര്യ ഭാഗങ്ങളിൽ കനമുള്ള ഏതോ ഒരു വസ്തു കൊണ്ട്
പെനെട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മോണിക്കയിൽ സംഭവിച്ചത് മരണത്തിനും കുറച്ചു നാൾ മുന്നെയാണ്. അതുകൊണ്ട് ഇന്നർ ബോഡിയിൽ ഡാമേജ് വരെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഹീറോ ചോദിക്കും, സർ, ഈ 2 കൊലപാതകവും ജക്കുബായി തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് കേട്ട് ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയും, അതെന്റെ ജോലിയല്ലല്ലോ, അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ എന്ന്. ഹീറോയും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങാൻ നേരം ഡോക്ടറുടെ മകനോട് ഹീറോ ചോദിക്കും, മോനെ, നിനക്ക് ഷിപ്പ്യാർഡ് ക്ലബിനെ കുറിച്ച് അറിയോ? മോണിക്ക അവിടെ ജോലി ചെയ്തിരുന്നില്ലേ? അതെങ്ങനത്തെ സ്ഥലമാണ്? വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ആണത്? അവൻ ചിരിച്ചുകൊണ്ട് പറയും, അവിടെ കിട്ടാത്ത ഒന്നുമില്ല, വോഡ്ക, ഹുക്കേഴ്സ്, കോക്ക് എല്ലാം കിട്ടും, അടിപൊളി സ്ഥലമല്ലേ എന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മോണിക്ക ആ ബാറിലെ ബാർ ടെൻഡർ ആയിരുന്നു. മാത്രമല്ല, അവള് കള്ള് വിൽക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രഗ്സും വിറ്റോണ്ടിരുന്നു. ചോദിക്കുന്ന ആൾക്കാർക്ക് പിൽസ് കൊടുക്കും. അവളുടെ കസിനും വന്ന് ചോദിക്കുന്നുണ്ട്, പിൽസ് ഉണ്ടോ എന്ന്. ഇവളെനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ അവൻ നിർബന്ധിച്ച് വാങ്ങിക്കും. ആ സമയത്താണ് ഒരു മൊട്ടബായി ഇവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന മോണിക്ക കാണുക. അവള് ചെന്ന് മൊട്ടബായോട് സംസാരിക്കും, നിങ്ങളെന്താ വിഷമിച്ചിരിക്കുന്ന? നിങ്ങൾക്ക് ആരും ഒന്നും തന്നില്ലേ? അങ്ങേര് പറയും, ഇവിടെ എല്ലാം ചെറുപ്പക്കാരാണല്ലോ, ഞാനൊരു വയസ്സൻ, അതുകൊണ്ടായിരിക്കും എനിക്ക് വിഷമം. ഇപ്പൊ നീ വന്നല്ലോ, എന്റെ വിഷമം പോയി. 2 പേർക്ക് ഓരോ ഡ്രിങ്ക്സ് ഒഴിക്കുന്നും പറഞ്ഞ് ഇങ്ങേരെ ഡ്രിങ്ക്സ് ഒഴിച്ചിട്ട്, എന്റെ പേര് ലൂക്കാസ് എന്ന് പറയും. അവള് തന്റെ പേര് പറയും, മോണിക്ക. 2 പേരും ഡ്രിങ്ക്സ് കഴിക്കുന്നു. എന്നിട്ട് ഇവള് ചോദിക്കും, നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും വേണോ? ഇന്ന് വരെ ഫീൽ ചെയ്യാത്തൊരു ഐറ്റം തരട്ടെ ഞാൻ. ഇവളാ പിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗ് ആയിരുന്നു അത്. അപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് വേണ്ട 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 എന്ന് പറഞ്ഞ് ഗുഡ് ഈവനിങ് ബോസ് എന്നും പറഞ്ഞ് ഈ ബോസിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവർ 2 പേരും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നു. അത് കഴിയുമ്പോൾ അടുത്ത സീനിൽ ഈ ബാറിന് വെളിയിൽ നിൽക്കുന്ന നമ്മുടെ മോണിക്കയും പിന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ ബാർ ടെൻഡറിനെയാണ് കാണിക്കുന്നത്. സംഭവം ഇവളുടെ കാമുകനാണ് ഈ ബാർ ടെൻഡർ. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതൊക്കെ ഇവര് പരസ്പരം സുള്ളി സംസാരിച്ചായിരുന്നു. അതിന് പിറ്റേന്നല്ല ഇവള് മരണപ്പെടുന്നത്, ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. അവൾ ആ ബാർടെൻഡറോട് ചോദിക്കും, അയാൾക്കറിയോ നമ്മൾ ഡ്രഗ്സ് ഡീൽ ചെയ്യുന്ന? ഞാൻ നിർത്തി, എനിക്കിനി ഡ്രഗ്സ് കൊടുക്കാൻ വയ്യ. എന്തേലും കുഴപ്പം പറ്റിയാ എന്റെ വീട്ടിലറിഞ്ഞാൽ പിന്നെ അത് സീന, എനിക്ക് പറ്റില്ല. ഇത് കേട്ട കാമുകം പറയും, ഒരു ഗ്യാങ്സ്റ്ററുടെ പെണ്ണ് പേടിക്കേ, നീ എന്താടീ പറയുന്നത്? നീ ചെയ്യും, നീ എന്നെ വിട്ടുപോകില്ല എന്നും പറഞ്ഞ് ഇവൻ അവളെ ബലമായിട്ട് ചുംബിക്കുന്നു. അങ്ങനെ അവിടെ പ്രണയരംഗം നടക്കുമ്പോൾ കട്ട് ചെയ്താ വീണ്ടും പ്രസന്റില് ഹീറോ 15 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ മിസ്സിംഗ് കേസ് ഫയൽഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളുടെ ലിസ്റ്റ് എടുക്കും. കുറച്ചധികം പെൺകുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് മോണിക്കയുടെ അമ്മ കാണണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അമ്മയെ ചെന്ന് കാണുന്നു. ഞങ്ങൾക്ക് ആ റിങ് കിട്ടിയിട്ടില്ല എന്ന് ഹീറോ പറയും. അപ്പൊ ജഡ്ജ്, ഞാൻ അതിനു വേണ്ടിയിട്ടല്ല വിളിച്ചത്, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ആ ഷിപ്പ്യാർഡ് ക്ലബ്ബ് സൈറസ് കമ്പനി എന്നൊരു കമ്പനിയാണ് ഓൺ ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഓണർ ലൂക്കാസ് കസറാക്കിയാണ്, ഒരു ഗ്യാങ്സ്റ്റർ, വലിയ ഗ്യാങ്സ്റ്റർ. അവന്റെ ഡീറ്റെയിൽസ് ഒന്നും ഒഫീഷ്യലായിട്ട് എവിടെയും രജിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഹീറോ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ആ കാര്യം എന്നോട് പറയുന്നത്? മോണിക്കയെ ജക്കുബയല്ല കൊന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് കേട്ട് ജഡ്ജ് പറയും, ആ ഗ്യാങ്സ്റ്റർ കസറാക്കിയുടെ വക്കീലാണ് എന്റെ കെട്ടിയോൻ. സോ അതൊരു മോട്ടീവ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച്. അപ്പൊ ഹീറോ ചോദിക്കും, എനിക്ക് മോണിക്കയുടെ റൂം ഒന്ന് കാണാൻ പറ്റുമെന്ന്. എന്റെ ഭർത്താവ് പോയതിനു ശേഷം നിങ്ങൾ വരൂ, കാണിക്കാന്ന് പറയും അമ്മ. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എന്റെ മോള് സെക്ഷുവലി അസോൾട്ടഡ് ആയിട്ടുണ്ടോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഹീറോ പറയും, അതെ, അസോൾട്ടഡ് ആയിട്ടുണ്ട്, പക്ഷേ മരിക്കുന്ന ദിവസമല്ല, അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. പല മാർക്കുകളും ശരീരത്തുണ്ട്. സോ കുറെ കാലമായി അവൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേട്ട് അമ്മയ്ക്ക് കൂടുതൽ സങ്കടാവുന്നു. അവിടെ നിന്നിറങ്ങിയ ഹീറോ നേരെ ചെന്ന് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ 2 പോലീസുകാർ, നമ്മൾ ആദ്യമേ കണ്ടില്ലേ, ആ 2 പോലീസുകാർ, അവരാണ് ഇവനെ കേസിൽ സഹായിക്കുക. സോ അവരോട് ഇവൻ ചെന്നിട്ട് പറയും, നമ്മൾ വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യാണ്. ഞാൻ കുറച്ച് പെണ്ണുങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, മിസ്സിംഗ് പേഴ്സൺസ് ആണ് ഇവര്. ഇവർക്കും ആ ഷിപ്പ്യാർഡ് ക്ലബിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞ് ഹീറോ കോപ്പികൾ ഇവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ ലൂക്കാസ് കസറാക്കി, അയാളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. പോലീസുകാരൻ പറയും, ഒഫീഷ്യലി അയാൾ ബിസിനസ്മാൻ ആണ്, പക്ഷെ അൺഒഫീഷ്യലി ഇല്ലീഗലായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല പോലീസുകാരും പൊളിറ്റീഷ്യൻസും അയാളുടെ പോക്കറ്റിലാണ്. ഹീറോ പണ്ട് മരിച്ച ആ പഴയ പെൺകുട്ടിയുടെ കൂടെ ഒരാളുണ്ടായിരുന്നില്ലേ, അയാളെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളാണോ ആ കസറാക്കി എന്ന് ചോദിക്കും. പോലീസുകാരൻ പറയും, അതെ, ഇയാൾ തന്നെയാണെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടി ഇയാൾക്കെതിരെ റേപ്പ് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. പക്ഷെ പിറ്റേന്ന് തന്നെ അവൾ ആ കേസ് വിഡ്രോ ചെയ്തു. ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കണം. എന്തായാലും കേസ് ഫയലായില്ല. ആ പെൺകുട്ടിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും ഹീറോ പോലീസുകാരനോട്. പോലീസുകാരൻ പറയും, കാണാനൊക്കെ പറ്റും, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ജഡ്ജമ്മ ഡോക്ടർ മാമനെ കാണാൻ വരുന്നുണ്ട്.
കണ്ട ഉടനെ അവർ ഉമ്മ വയ്ക്കുന്നു. സോ ഇതാണ് ഡോക്ടർക്കും ജഡ്ജമ്മയുടെ കുടുംബത്തിനുമുള്ള ബന്ധം. ഇവര് രണ്ടുപേരും തമ്മിൽ ലൈനാണ്. അത് കഴിഞ്ഞ് കട്ടിൽമേം പ്യാര് ഹോത്താഹെ. ആ സമയത്ത് ജഡ്ജമ്മ ഡോക്ടറോട് ചോദിക്കും, താൻ തന്റെ ഭാര്യയെ മിസ് ചെയ്യുന്നുണ്ടോന്ന്. ഡോക്ടർ പറയും, അതെ, അവളുടെ മരണം എന്നെ വല്ലാതെ തകർത്തിരുന്നു. എന്റെ മോൻ എന്തുകൊണ്ടോ എന്നെ വെറുക്കുന്നു. അമ്മയുടെ മരണത്തിന് കാരണം ഞാനാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവൾ സുഖമില്ലാതെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ വേദന സഹിക്കവയ്യാതെ അവൾ സ്വയം മോർഫിൻ അധികമായിട്ട് കുത്തിവെച്ചു. അങ്ങനെയാണ് അവൾ മരണപ്പെടുന്നത്. പക്ഷെ അതിന് കാരണം ഞാനാണെന്നാണ് എൻ്റെ മകൻ പറയുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ജഡ്ജമ്മ ചോദിക്കും, മോണിക്കയ്ക്ക് എൻ്റെ മോൾക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയോ? ഡോക്ടർ പറയും, എൻ്റെ മകൻ മരിയോ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേർക്കും അറിയാം. അപ്പൊ ഡോക്ടർ പറയും, ഞാൻ ആ പ്രോസിക്യൂട്ടർ പയ്യനുമായിട്ട് സംസാരിച്ചു, ബിൽസിക്കിയുമായിട്ട്. മോണിക്കയും ആദ്യം കൊല ചെയ്യപ്പെട്ട പെണ്ണും രണ്ടുപേരും ഷിപ്പ്യാർഡ് ക്ലബിലേക്ക് പോയിട്ടുണ്ട്. ഈ കേസിനും ആ ക്ലബിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവൻ വിചാരിക്കുന്നു. അപ്പൊ ഡോക്ടർ പറയും, ആ പയ്യൻ എന്നെയും കാണാൻ വന്നിരുന്നു എന്ന്. അപ്പൊ ജഡ്ജമ്മ, ജക്കുബൈ തന്നെയാണോ കൊല ചെയ്തിട്ടുണ്ടാവുക എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയും. പിറ്റേന്ന് ഹീറോ നമ്മുടെ ഡോക്ടറെ വീണ്ടും കാണാൻ വരുന്നു. ആദ്യത്തെ പെണ്ണിനും മോണിക്കയുടെ ശരീരത്തും ഒരേപോലത്തെ മുറിപ്പാടുകളാണോ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കും. ഡോക്ടർ പറയും, അതെ, തലയ്ക്ക് മാരകമായ അടിയേറ്റാണ് രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മോണിക്കയിൽ കൂടുതലായിട്ട് രഹസ്യഭാഗങ്ങളിൽ പെനട്രേഷൻ നടത്തിയിട്ടുണ്ട്, ഹാർഡ് ഒബ്ജക്റ്റ് വെച്ചിട്ട്. അതുകൊണ്ട് അവളുടെ ഇൻറ്റസ്റ്റൈൻ പഞ്ചഡ് ആയിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതേപോലെ 3 വർഷങ്ങൾക്ക് മുന്നേ ഡോക്ടർക്ക് മറ്റൊരു ബോഡിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഷിപ്പ്യാർഡ് ക്ലബിന്റെ ഡംസ്റ്റർ ഭാഗത്തുനിന്ന് കിട്ടിയതാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ ചുണ്ടുകൾ മുറിക്കപ്പെട്ടിരുന്നില്ല. അവൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, തലയ്ക്കടി കൊണ്ട് മരണപ്പെട്ടിരുന്നു. പെണ്ണ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവൾ അന്വേഷിച്ച് ആരും വന്നില്ല. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും ആരും ശ്രമിച്ചില്ല. അതുകൊണ്ട് കേസ് ക്ലോസ് ആവുകയാണ് ചെയ്തത്. ഇവര് തമ്മിലുള്ള സംസാരം കഴിയുമ്പോൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നമ്മുടെ മോണിക്കയെ അവളുടെ കാമുകൻ മുട്ട ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മുട്ട ബോസ് അവൾക്ക് കുറച്ച് ഡ്രഗ്സ് മണക്കാൻ കൊടുക്കും. ഇഷ്ടമല്ലെങ്കിലും അത് അവൾ ആദ്യം ചെയ്യുന്നുണ്ട്. കാമുകനാണെങ്കിൽ പശ തേച്ച് ഒട്ടിച്ചു വെച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതിരിക്കുകയാണ്. നമ്മുടെ തലവൻ മുട്ട, ഒരു ദിവസം ഞാൻ ഇവളെ കല്യാണം കഴിക്കും, എന്ത് സുന്ദരിയാണല്ലേ എന്ന് പറഞ്ഞ് പെണ്ണിനെ കൊഞ്ചിക്കും. എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മൾ അറിയാതെ ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നുണ്ട്, അതാരാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് ഒരു തടിയനെ ടേബിളിലേക്ക് അടിച്ച് ബോധം കെടുത്തിയിട്ട് വസ്ത്രമില്ലാതെ കെട്ടിവെച്ചിട്ടിരിക്കുകയാണ്. പുത്തിരിടിക്കും. നീ ആരെ കൂടെയാണ് ഡീൽ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ റഷ്യൻസിന്റെ കൂടെ ഇവരറിയാതെ ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മുട്ട പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇട്ട് പിടച്ച് തല്ലുന്നത്. തലവൻ ചോദിക്കും, നിനക്ക് കിഡ്നിയാണോ വേണ്ടത്, ടെസ്റ്റിക്കിളാണോ വേണ്ടത്, അതോ കണ്ണാണോ വേണ്ടത്? 3-ൽ ഒരെണ്ണം ചൂസ് ചെയ്യും, കാരണം ഒരെണ്ണം ഞാൻ എടുക്കാൻ പോവാണ്. അവൻ കിടന്ന് കരയുന്നുണ്ടാവും. അവനെ വീണ്ടും വീണ്ടും തല്ലുന്ന മോണിക്ക ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റാതെ പേടിച്ചിരിക്കുകയാണ് അവള്. ഇയാൾ കത്തി എടുത്തോണ്ട് പോയി പ്രതീക്ഷിക്കാത്ത രീതിയിൽ തടിയന്റെ കഴുത്തറുത്ത് കളയും. പെണ്ണിന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരാളെ കൊന്നു കളഞ്ഞു. അവളിങ്ങനെ ഇത് കണ്ട് വിറച്ച് ആണിയടിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരാൻ നേരം, കാമുകന്റെ കൂടെ അവിടുന്ന് തിരിച്ച് വരാൻ നേരം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വാള് വയ്ക്കും. എന്നിട്ട് കാമുകനോട് പറയും, ഇനി ഞാൻ നിന്റെ കൂടെയില്ല, എനിക്കിത് താങ്ങില്ല, എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക്, ഞാൻ ഇനി പണിക്കില്ല എന്ന് പറയുമ്പോൾ കാമുകൻ പറയും, ഒരുപാട് വൈകിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ നീ അയാളുടേതാണ്, നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല, പക്ഷെ പേടിക്കാതെ ഞാൻ എല്ലാം ശരിയാക്കുന്നുണ്ട്, എല്ലാം ശരിയാക്കാം, നിനക്ക് എന്നെ വിശ്വാസമല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ റൗഡി കാമുകൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. നമ്മുടെ ഹീറോ ജഡ്ജമ്മയുടെ വീട്ടിലേക്ക് വരും, മോണിക്കയുടെ മുറി പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ ജഡ്ജമ്മ വോജിസിച്ച് വെലോസ്കി തന്റെ ആരെങ്കിലും ആണെന്ന് ചോദിക്കും. ഹീറോ പറയും, അതെ, അദ്ദേഹം എൻ്റെ അച്ഛനാണ്. ഹീറോയുടെ അച്ഛനും ജഡ്ജമ്മയും പണ്ട് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനാണ്. അങ്ങേരുടെ കൊലപാതകം കമ്മ്യൂണിറ്റിയിൽ വലിയ ഷോക്ക് ഉണ്ടാക്കിയിരുന്നു. സോ ഹീറോയുടെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ തന്നെ കൊല ചെയ്യപ്പെട്ട ആളായിരുന്നു, പാവം. അത് കഴിഞ്ഞ് ജഡ്ജമ്മ തന്റെ സീനിയർ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ സമ്മതിച്ചോ എന്ന് ചോദിക്കും. ഹീറോ, ഇല്ല, എന്നോട് ക്ലോസ് ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറയും. ജഡ്ജമ്മ, ഹീറോയുടെ സീനിയർ പണ്ട് തെളിയിച്ച കേസായിരുന്നു, 15 വർഷങ്ങൾക്ക് മുന്നേ തെളിയിച്ച കേസായിരുന്നു അത്. അപ്പൊ അതിന്റെ പേരും പെരുമയൊക്കെ പുള്ളിക്കുണ്ട്. ഇപ്പൊ പുതിയ ആളാണ് കൊലപാതകി എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ പേരും പെരുമയും പോവില്ലേ, അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ക്ലോസ് ചെയ്യാൻ പറയണേ എന്ന് പറയും. എന്തുകൊണ്ടാണ് ജക്കുബൈ അല്ല എന്ന് നീ വിചാരിക്കുന്നത് എന്നും കൂടി അമ്മ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, ഒരു സീരിയൽ കില്ലറെ പോലെ അല്ലായിരുന്നു ജക്കുബൈയുടെ പെരുമാറ്റം. മാത്രമല്ല, സീരിയൽ കില്ലേഴ്സ് അങ്ങനെ സ്വയം പെട്ടെന്ന് ചാവുന്ന ആൾക്കാരല്ല, അതിലെനിക്ക് സംശയമുണ്ട്. ജഡ്ജമ്മ ചോദിക്കും, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കൊലപാതകത്തെക്കുറിച്ച് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു, 3 കേസും സിമിലിയർ ആയിരുന്നു അത്രേ. അങ്ങനെയാണെങ്കിൽ വേറെയും പെൺകുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ, അവരുടെ ബോഡിയൊക്കെ എവിടെയാണ്? ഹീറോ പറയും, അതിനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ആ ബോഡികളൊന്നും കണ്ടു കിട്ടിയിട്ടില്ല. 15 വർഷങ്ങൾക്ക് മുന്നേ കൊല ചെയ്യപ്പെട്ട സെനറ്റ അവളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു, ഭയന്നിട്ടാവണം. പക്ഷേ അതിനുശേഷം കില്ലർ ഭയപ്പെടാതെ ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ടാവണം, എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ
ഇപ്പോൾ മോണിക്കയുടെ ബോഡി എന്തുകൊണ്ട് അവൻ വലിച്ചെറിഞ്ഞു? ആ തിയറി ഇവിടെ ഫിറ്റ് ആവുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ ഒരു പാക്കറ്റ് പിൽസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഡ്രഗ്സ്. മോണിക്കയുടെ മുറിയിൽ നിന്ന് ഒരു പാക്കറ്റ് ഡ്രഗ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. മോണിക്കയുടെ കാമുകൻ അവളെ കൊണ്ട് നിർബന്ധിച്ച് സുതാര്യമായ ഒരു വസ്ത്രം ധരിക്കാൻ പറയുന്നു. അവന്റെ ബോസ് ഇപ്പോൾ വരും. അയാൾ കാണെ നീ റെഡി ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിന്റെ വേശ്യയല്ല, നീ എന്ത് കരുതിയിടാന്ന് പറഞ്ഞ് അവള് രക്ഷപ്പെടാൻ നോക്കവേ ഇവൻ അവളെ തല്ലിയിട്ട് ദയവേത് ധരിക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, ജസ്റ്റ് സെക്സ് മാത്രമാണ്, മറ്റൊന്നുമില്ല, നിനക്കോ എനിക്കോ വേറെ വഴിയില്ലെന്നും പറഞ്ഞ് ഇയാൾ നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് ധരിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്റ്റൈലായിട്ട് തന്തബോസ് അങ്ങോട്ട് വരുന്നത്. ഇവള് കരഞ്ഞുകൊണ്ടിരിക്കുകയാവും. അപ്പം ആരും മറക്കരുത്, കുക്കു FM നെവർ ബിഫോർ ഓഫർ 7 days ഫ്രീ ട്രയൽ. 10,000-ൽ പരം ഓഡിയോ ബുക്കുകൾ ഫ്രീ ആയിട്ട് കേൾക്കാം അടുത്ത 7 ദിവസത്തേക്ക്. എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. എന്തിനു മിസ്സാക്കുന്നു ഇങ്ങനൊരു ഓഫർ? ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ.